നിങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ശലഭത്തിനെ കണ്ടിട്ടുണ്ടോ? സർപ്പശലഭം കാണിച്ചു തരാം. അതായത് നമ്മുടെ സഫാരി കാർസിൽ ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ്. ഇതാണ് നിങ്ങൾ, ഇത് ഞാൻ വെറുതെ പറയില്ല കേട്ടോ, ഞാൻ ഗൂഗിൾ ചെയ്ത് ഇതിനെ പറ്റി പഠിച്ചിട്ടാണ് പറയുന്നത്. സർപ്പശലഭം ലോകത്തിലെ വലിയ നിശാശലഭങ്ങളിൽ ഒന്നാണ് അറ്റ്ലസ് ശലഭം അഥവാ സർപ്പശലഭം. അപ്പോൾ ആ ശലഭമാണ് ഇപ്പോൾ നമ്മൾ സഫാരി കാർസിലുള്ളത്. ഇത് രണ്ടെണ്ണം കേട്ടോ, ജോഡിയായിട്ട് തന്നെ അവരിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഭയങ്കര പേര് കേട്ട ശലഭമാണ്. അതായത് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പത്ര റിപ്പോർട്ടിലൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആകെ നമ്മളെ പൂമ്പാറ്റൻ്റെ വലിപ്പം ഉണ്ടാവുന്നുണ്ടോ, ഇത്രയാണ് ഇതിൻ്റെ വലിപ്പം ഉണ്ടാവുക. പക്ഷേ ഈ ഒരു പൂമ്പാറ്റൻ്റെ വലിപ്പം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇതാണ്ടോ, ഇതിൻ്റെ ഈ ഒരു കൈയിൻ്റെ അത്ര വലിപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ടാവും. പിന്നെ വേറൊരു പ്രത്യേകത, ഇത് ശരിക്കും ഈ ഭാഗത്തുനിന്ന് ഇല്ലാതെ ഈ ഒരു ചിറക്, ഒരു സൈഡത്തെ ചിറക് മാത്രം നോക്കുകയാണ് കറക്റ്റ് സർപ്പം നിൽക്കണ പോലെ, പാമ്പ് നിൽക്കുന്ന ഷേപ്പിലാണ് ഈ സാധനം നിൽക്കുന്നത്. ഞാൻ അതേപോലെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അളകാതെ നിൽക്കുന്നുണ്ട്, ഇതിനാരും ആട്ടരുത് കേട്ടോ. ഇവിടെ കുറേ കാണികളുണ്ട്, എല്ലാവരും കാണിച്ചു കൊടുക്കും. അതായത് നമ്മളെ വയനാട്ടിലെ കിറ്റുകൾ പാക്ക് ചെയ്തപ്പോഴാണ് ഇത് കണ്ടത്. ഇനി കാണിച്ചു തരാം, അടുത്തൊരാളെ കാണിച്ചു തരാം. അടുത്തൊരാൾ കുറച്ച് പ്രീമിയാണ്. നമ്മൾ റേഞ്ച് റോവറിലാണ് വന്ന് നിന്നിട്ടുള്ളത്. ഇതാണോ, ഇവിടെ ഒരാളും അവിടെ ഒരാളും. ഇതിൻ്റെ ചിറകാണ് നിങ്ങൾ നോക്കണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ആയോ എന്ന് ജസ്റ്റ് ഒന്ന് പറയും. ഇതും ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ കറക്റ്റ് സർപ്പത്തിൻ്റെ പോലെ ഉണ്ട്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കട്ടോ. ചിറകുകളുടെ വിസ്താരത്തിൽ ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ നിശാശലഭം എന്ന് കരുതിയിരുന്നു. എന്നാൽ സമീപകാല പഠനങ്ങൾ പ്രകാരം ന്യൂ ഗിനിയയിലെയും വടക്കേ ഓസ്ട്രേലിയയിലെയും ഹെർക്കുലീസ് നിശാശലഭം ഇതിനേക്കാൾ വലിയതാണെന്ന് കാണുന്നു. അവയുടെ ചിറകുകളുടെ വിസ്താരവും കൂടുതലാണ്. ഏകദേശം ഇവനും വലിയ ആൾ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഓസ്ട്രേലിയയിൽ ഇവനെക്കാട്ടിൽ വലിയൊരാളെ കണ്ടുകൊണ്ടെന്നാണ് പറയുന്നത്. അതായത് നിബന്ധവന പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇരു ചിറകുകളും വിടർത്തുമ്പോൾ 240 മില്ലിമീറ്റർ നീളമുണ്ട്. ചെമപ്പ് കലർന്ന തവിട്ടു നിറമാണ് ഇതിന് മുൻചിറകുകളിൽ. പാമ്പിൻ്റെ കണ്ണുകളെപ്പോലെ കറുത്ത പൊട്ടുകളുണ്ട്. അതായത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഇത് ഉപകരിക്കുന്നു. മുൻപിൽ ചിറകുകളിൽ വെളുത്ത നിറത്തിൽ ത്രികോണ അടയാളങ്ങളുണ്ട്. ചിറകുകൾക്ക് പിന്നിൽ പാമ്പിൻ്റെ തലയുടെ രൂപമുള്ളതിനാൽ സ്നേക്സ് ഹെഡ് എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. സാധാരണ ശലഭങ്ങളെപ്പോലെ ജീവിത ചക്രമുള്ള ഇവ നിത്യഹരിത വൃക്ഷങ്ങളുടെ ഇലകളിലാണ് മുട്ടയിടുന്നത്. കറുപ്പ്, ബ്രൗൺ, പർപ്പിൾ നിറങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ശലഭങ്ങൾക്ക് 2 മാസം മാത്രമേ ആയുസുള്ളൂ. അറ്റ്ലസ് ശലഭങ്ങൾ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അധിക ദൂരം പറന്നു പോകാറില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനമേഖലകളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരാറുള്ളത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിലെ ആൺ ശലഭങ്ങളെക്കാൾ പെൺ ശലഭങ്ങൾക്കാണ് വലിപ്പവും ഭംഗിയും കൂടുതൽ. 2 ആഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ ജീവിതത്തിൽ ഈ ശലഭങ്ങൾ ആഹാരം കഴിക്കാറില്ല. പുഴുവായിരിക്കെ ആഹരിച്ചതിൻ്റെ കരുതൽ ഉപയോഗപ്പെടുത്തിയാണ് പ്രജനനത്തിന് മാത്രമായുള്ള ജീവിതം നയിക്കുന്നത്. വായഭാഗം തീരെ വികാസം പ്രാപിക്കാറില്ല. പെണ്ണിൻ്റെ പ്രത്യേക ഹോർമോൺ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ആൺ ശലഭം എത്തുന്നത്. ഇലകൾ കോട്ടി വളച്ച് പട്ടുനൂൽ കൊണ്ട് നെയ്താണ് പുഴു സമാധിയിരിക്കുന്നത്. 4 ആഴ്ച കൊണ്ട് ഇവ ശലഭങ്ങളായി വെളിയിൽ വരും. പട്ടുനൂലിനു വേണ്ടി ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താറുണ്ട്. അപ്പോൾ ഇത്രയും സംഭവബഹുലമായൊരു ശലഭമാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യക്തമായും ശക്തമായും നിങ്ങളെ കാണിക്കുക. അതാണ് നിങ്ങൾ ഈ സെൻട്രലാണ് ഇതിൻ്റെ പുഴു. ഇതാണ്ടോ, ശലഭത്തിനെ പറ്റി പഠിക്കാൻ തന്നെ ഉണ്ട് കേട്ടോ. ആ പുഴുവിൽ നിന്നാണ് ഈ ചിറക് വിടർന്ന് നിൽക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ. ഇതിൻ്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാതാണ്. നേരിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശലഭത്തിനെ കാണുന്നത്. അപ്പോൾ നിങ്ങളെയും പാടൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇവിടെ എല്ലാവരും അന്തം പൊട്ട് നിൽക്കുകയാണ്. ഇത്രയും വലിപ്പമുള്ള ശലഭത്തിനെ കണ്ടപ്പോൾ കണ്ടോ. കാരണം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ പോയിട്ട് ശലഭങ്ങളൊരു മ്യൂസിയം തന്നെ നമ്മൾ കണ്ടിരുന്നു. ചിലപ്പോൾ ഇപ്പോഴും അവിടെ ഉണ്ടാവും. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ ഒരുപാട് ശലഭങ്ങൾ, അതായത് ഇവരെ ഒരു ഫ്രെയിം ചെയ്ത് തന്നെ ശലഭങ്ങളെ പറ്റി പഠിക്കാനുള്ള വലിയ സംഭവം തന്നെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലുണ്ട്. ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അന്വേഷിച്ച് പോയാൽ ഇതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് 2 വന്നിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട്. 2 ഏകദേശം സെയിം വലിപ്പമാണ് അല്ലേ? നമ്മളെ കസ്റ്റമറൊക്കെ എല്ലാവരും ഇനി ശലഭത്തിനെ കണ്ടിട്ട് പോയാൽ മതി അല്ലേ? ഇതാണ് ഭംഗി കൂടുതൽ അല്ലേ? അപ്പോൾ ഇതാണ് പെണ്ണ് തോന്നുന്നത്. പക്ഷെ ശരിക്കും ആണുങ്ങൾക്കാണ് എവിടെയും ഭംഗി കൂടുതൽ ഉണ്ടായാല്. ആന്റിന് ഇതിന് കുറവാണ്. അപ്പൊ ഇതിനാ ഭംഗി പെണ്ണില്ലേ? ആ പെണ്ണിനാണ് ഇതിൽ ഭംഗി കൂടുതൽ എന്നാണ് ഇവർ പറയുന്നത്.
അതായത് എല്ലാ സംഭവത്തിലും ആണുങ്ങൾക്ക് തന്നെയാണ് ഭംഗി ഉണ്ടാവില്ല. ഇതിൽ പെണ്ണടിച്ചു മാറ്റിയില്ലേ, സംഭവം രസമുണ്ട്, അടിപൊളി. അതായത് ഒരു പ്രത്യേക കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾ ഈ മാടെ കാണിക്കാന്ന് കരുതി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെട്ടെ, കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെട്ടെ ഈ വീഡിയോ. കാരണം ഇത്ര ഒരു ശലഭത്തിനെ പറ്റി പഠിക്കുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതോടെ ഉണ്ടാവില്ലേ, ഇത് ഇനി ആരൊന്നും ഇതിനെ ഉപദ്രവിക്കരുത്. ഇവർക്ക് തിന്നാനും കുടിച്ചാനും വേണ്ടെന്നാ പറഞ്ഞത്, അല്ലെങ്കിൽ അത് കൊടുക്കതിന്. പക്ഷെ ഇതിന് ഫോറസ്റ്റ് കേസൊന്നും ഇല്ലല്ലോ, പറയാൻ പറ്റില്ല. അത് അപൂർവ സംഭവമാണ്. റിപ്പോർട്ട് ചെയ്യണോ, വന്യജീവിക്ക് റിപ്പോർട്ട് ചെയ്യണോ? വലേ ഒന്ന് നമുക്ക് റിപ്പോർട്ടും ചെയ്യാം. ഇതിന് ഞങ്ങളൊന്നും ഉപദ്രവിക്കണില്ല കേട്ടോ. ഞാൻ അതിന് പിന്നെ വടി കത്തി വാളെടുത്ത് വരരുത്, ഞങ്ങളൊന്നും കാണിക്കണില്ല. ഞങ്ങൾ കൊടുന്നു വെച്ചതുമല്ല, ഇവിടേക്ക് താനേ പറന്നു വന്ന് ഞങ്ങൾ രാവിലെ വന്നപ്പോൾ കണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ സംഭവങ്ങളെ വന്യജീവി സംരക്ഷണത്തിലൊക്കെ പിന്നെ ഒരു നിയമം നമുക്ക് കരുതുന്ന പോലെയല്ല. ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കാനോ ഒരു ജീവികളെയും ഉപദ്രവിക്കാനൊന്നുമില്ല, അവകാശമോ അധികാരമൊന്നും നമുക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നു നമ്മളതിനെ ഉപദ്രവിക്കണോ തൊടണോ കാര്യങ്ങളൊന്നുമില്ല. അത് അതേപോലെ തന്നെ നിൽക്കട്ടെ, അവരവരുടെ ഇഷ്ടത്തിന് പോട്ടെ അല്ലേ. ഇങ്ങനെ സംഭവം കാണിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചതാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഒരു അപൂർവമായ കാഴ്ച കണ്ടപ്പോൾ കാണിച്ചതാണ്. താങ്ക് യു.